ശബരിമലയിൽ മോഷണം നടന്നിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. വളരെ സത്യസന്ധമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടക്കും. ഇതിൽ കൂടുതലായിട്ടുള്ള മോഷണം ഇതിനു മുമ്പ് ശബരിമലയിൽ നടന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന മുരാരി ബാബു, വേറൊരു സുനിൽ, ഇങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഈ കോൺഗ്രസുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് എന്നുള്ള രീതിയിലുള്ള വാദങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ശബരിമലയിലെ കൊള്ള അവസാനിപ്പിക്കേണ്ടതുണ്ട്, മറ്റു ക്ഷേത്രങ്ങളിലെ കൊള്ള അവസാനിപ്പിക്കേണ്ടതുണ്ട്, പള്ളികളിലെ കൊള്ള അവസാനിപ്പിക്കേണ്ടതുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ടുന്ന പണം അത് ആര് ദുർവിനിയോഗം ചെയ്താലും സംസ്ഥാന സർക്കാർ ധൈര്യമായിട്ട് അതിനകത്ത് ഇടപെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചേ പറ്റൂ. നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം അത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അവിടെ ഒരു മോഷണം നടന്നു എന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ സംസ്ഥാനത്തുള്ള മറ്റ് പുണ്യ സ്ഥലങ്ങളുണ്ട്, പള്ളികൾ ഉൾപ്പെടെയുള്ള, അമ്പലങ്ങൾ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളും ഉണ്ട്. ഇതിന്റെയൊക്കെ ഭാവി ഇനി എന്താകും? ശബരിമലയിൽ മോഷണം നടന്നിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. അത് എത്ര പവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 60-61 പവനടുത്തുള്ള ഒരു സ്വർണ്ണമോഷണമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി 6 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് പോലീസ് മേധാവിക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടില്ല. അത് നേരിട്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതുകൂടാതെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് മാധ്യമങ്ങളെ കാണാൻ പാടില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായ വാർത്തകൾ, അതായത് ഈ അന്വേഷണത്തെ ബാധിക്കുന്ന വാർത്തകൾ ഒഴിവാക്കണമെന്ന് മാധ്യമങ്ങളോടും കോടതി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സത്യസന്ധമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടക്കും. ശബരിമലയിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു മോഷണം 60-61 പവനിലേക്കാണ് എത്തി നിൽക്കുന്നതെങ്കിലും ഇതിൽ കൂടുതലായിട്ടുള്ള മോഷണം ഇതിനു മുമ്പ് ശബരിമലയിൽ നടന്നിട്ടുണ്ട്. പലതരത്തിലുള്ള നിഗൂഢതകളും ശബരിമലയിലെ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. ഇതിൽ പറയുന്ന മുരാരി ബാബു എന്ന് പറയുന്നയാള് ഇതിനു മുമ്പ് ഏറ്റുമാനൂരിൽ നിന്നും ദേവസ്വം ബോർഡിന്റെ നടപടി നേരിട്ടിട്ടുള്ള ആളാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ നൽകുന്നത് പ്രൊമോഷനോട് കൂടിയിട്ടാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പിന്നിലുള്ള ഒരു ശക്തി ആരാണ് എന്നൊക്കെയുള്ളത് ഇനി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട വസ്തുതയാണ്. ഇതിനിടയിൽ ചില കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന മുരാരി ബാബു, വേറൊരു സുനിൽ, ഇങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഈ കോൺഗ്രസുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് എന്നുള്ള രീതിയിലുള്ള വാദങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഗ്ലോബൽ അയ്യപ്പ സംഗമം നടക്കുന്നതിന് 3 ദിവസം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ ആരോപണം പുറത്തു വരുന്നത്. കാണാനില്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന പുറത്തു വരുന്നത്. അതിനുശേഷം ഈ കാണാനില്ല എന്ന് പറഞ്ഞ മുതൽ ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീടുകളിൽ നിന്ന് തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ തെറ്റുകാരനാണ് എന്ന് 100% നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കുന്ന കാരണങ്ങൾ, തെളിവുകൾ സഹിതം നമുക്ക് മുമ്പിലുണ്ട്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിട്ട് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ 2018-ലോ 2019-ലോ ഈ പറഞ്ഞ സ്വർണം, അതായത് ദ്വാരപാലക ശില്പത്തിലുള്ളതോ അല്ലെങ്കിൽ കട്ട്ലകളിൽ പതിപ്പിച്ചിട്ടുള്ള സ്വർണമോ പുറത്തു കൊണ്ടുപോയി, അതായത് പതിപ്പിച്ചിരിക്കുന്നതാണ്, ഇളക്കിയെടുത്തുകൊണ്ടാണ് പോകേണ്ടത്. അപ്പോൾ അത് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ അനുമതിയും ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ല. മറിച്ച് ഇത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ തീരുമാനപ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏൽപ്പിച്ചതാണ് എന്നാണ് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്തൊരു സ്പോൺസറായിട്ട് വന്നതാണ്. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനുള്ള ഒരു സാമ്പത്തികം എവിടെ നിന്ന്, ഇദ്ദേഹത്തിന്റെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ ഈ പറയുന്ന ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് വേണം പുറത്തേക്ക് വരാനായിട്ട്. അതെ, വെറുതെ ഒരാൾ വന്നിട്ട് സ്വർണം പൂശാൻ അനുമതി വേണം എന്ന് അതെ, ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യമുണ്ട്. കാരണം ഇതിവിടെ കേരളത്തിൽ ഇതിനു മുമ്പ് മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. പല സിനിമകളിലൊക്കെ പല നോവലുകളിലൊക്കെ നമ്മൾ ഈ മോഷണങ്ങൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. പണ്ട് ഈ കേരളത്തിലുണ്ടായിരുന്ന ഈ ഇല്ലങ്ങളൊക്കെ പൊളിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുന്നു. ഈ ഇല്ലങ്ങൾ പൊളിച്ചു മേടിക്കാനായിട്ട് വരുന്നതിനുള്ള കാരണം, അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനയ്ക്ക് വളരെ നിസ്സാരമായിട്ടുള്ള വിലയായിരിക്കും അവർ കൊടുക്കുക. പക്ഷേ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനയ്ക്കകത്തെ തടി, അതോടൊപ്പം തന്നെ പണ്ടൊക്കെ ഈ സ്വർണ്ണ നാണയങ്ങളൊക്കെ മണ്ണിനടിയിൽ കുഴിച്ചിടുന്ന പതിവുണ്ട്. അപ്പൊ അങ്ങനെ സ്വർണ്ണ നാണയങ്ങളൊക്കെ കിട്ടി രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് പേര് കേരളത്തിലുണ്ട്. അപ്പൊ അതുപോലെയുള്ള ചില ലക്ഷ്യങ്ങളുമായിട്ട് ഒരു മോഷണത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ലക്ഷ്യവുമായിട്ട് തന്നെയാണോ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറി കൂടിയത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം കമ്മീഷണറുടെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടിരുന്നു. പ്രധാനപ്പെട്ട മേൽശാന്തിയുടെ പരികർമ്മികളായിട്ട് ശാന്തിമാരുണ്ടാവും. ഈ ശാന്തിമാരുടെ പരികർമ്മികളായിട്ട് പിന്നെയും കുറെ ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ സാധാരണ ചെയ്യുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഈ ശബരിമലയിൽ വന്ന് നിലയുറപ്പിക്കുകയും അതിനുശേഷം ശബരിമലയിൽ വരുന്ന സാമ്പത്തിക ഭദ്രതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ആളുകളുമായിട്ട് സൗഹൃദത്തിലാവുകയും അതിനുശേഷം അവർക്ക് വേണ്ട കാര്യങ്ങൾ, ദർശനം, അവിടുത്തെ നേർച്ചകൾ ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതിനു വേണ്ടിയിട്ട് എത്ര പണം വേണമെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും അവർ തയ്യാറാണ്. അപ്പോൾ അവിടെ നിന്നും ഒരു ക്രിമിനൽ മൈൻഡുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ മറ്റ് ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇരുന്നപ്പോൾ ദേവസ്വം നടപടികൾ നേരിട്ടിട്ടുള്ള ആളുകൾ, ഇവരെല്ലാവരും കൂടെ ഒരു ക്രിമിനൽ സംഘം ശബരിമലയിൽ രൂപപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാഫിയ സംഘം ശബരിമലയിൽ രൂപപ്പെടുകയും അവർ നടത്തിയ ഗൂഢാലോചനയുടെ ബാക്കി പത്രമായിട്ടാണ് ഈ ശബരിമലയിൽ മോഷണം നടന്നിട്ടുള്ളത്. ശബരിമല മാത്രമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല, കാരണം കേരളത്തിൽ ഇഷ്ടം പോലെ മറ്റമ്പലങ്ങളും ഉണ്ടല്ലോ. ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ധീരമായ ഒരു തീരുമാനമെടുത്ത് മുൻപോട്ട് പോകും എന്നുണ്ടെങ്കിൽ ചില വസ്തുതകൾ പുറത്തു വരും. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ കീഴിൽ ഒരുപാട് സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. ഞാൻ ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നില്ല, പക്ഷെ സ്കൂളുകളിലേക്ക് വരാം. ഈ സ്കൂളുകൾ പലതും പള്ളിക്കൂടങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഈ പള്ളിക്കൂടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാർന്നവന്മാരൊക്കെ, അതായത് ജാതി മത ഭേദമന്യേയുള്ള കാർന്നവന്മാരൊക്കെ പിടിയേരി പിരിച്ചും അതോടൊപ്പം തന്നെ ഒരു മിഷൻ ഞായർ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അതായത് വീടുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സംഭാവനയായിട്ട് നൽകുക, പിന്നെ വിദേശത്തുള്ള ആളുകൾ, ആ നാട്ടിലെ നാട്ടുപ്രമാണിമാർ, അത് ജാതി മതമൊന്നുമില്ല, ഒരു സ്കൂൾ കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെയൊക്കെ കെട്ടിപ്പടുത്ത് വെച്ചിട്ടുള്ള ഒരുപാട് സ്കൂളുകൾ കേരളത്തിലുണ്ട്. അത് NSSനും ഉണ്ട്, SNDPയിലും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടങ്ങളിലൊക്കെ ടീച്ചർമാരുടെ നിയമനം വരുന്ന സമയത്ത് അതൊരു കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലാണ് ഈ ടീച്ചേഴ്സിന്റെ നിയമനം വരിക. അപ്പൊ അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, പേരിനൊരു ഇന്റർവ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അതിന്റെ ഫൈനൽ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കാർഡുകൾ, എഴുത്തു പരീക്ഷ അങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അവസാനത്തെ കാർഡ് അയക്കുക ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈദികരുമായി അടുത്ത ബന്ധം ഉള്ള ആളുകൾക്ക്, അതല്ല എങ്കിൽ കൃത്യമായിട്ട് ഡൊണേഷൻ കൊടുക്കും എന്ന് ഉറപ്പുള്ള ആളുകൾക്ക്, ഇതൊക്കെ നേരത്തെ തന്നെ സംസാരിച്ച് കച്ചവടം ഉറപ്പിച്ചു വെക്കുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇന്റർവ്യൂ കാർഡുകൾ പോവുക. ബാക്കി ഇന്റർവ്യൂ ചെയ്ത സാധാരണക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് ഇന്റർവ്യൂ കാർഡ് ചെല്ലുക ഈ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും. അത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ക്രിസ്ത്യൻ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെ കീഴിലുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരുപാട് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെയുള്ള ഫണ്ട് വിദേശത്തു നിന്നും വന്നിട്ടുള്ളതാണ്. ഈ വിദേശത്തു നിന്നും ഈ പൈസ വരാനായിട്ടുള്ള കാരണം എന്താണ്? നമ്മുടെ നാട്ടിലെ ഈ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളുടെ ഇപ്പോഴാണല്ലോ ഈ ദാരിദ്ര്യം കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞത്. ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ വന്നിട്ട് കുട്ടികളുടെ ഫോട്ടോയൊക്കെ എടുത്ത് അതൊരു പ്രൊജക്റ്റാക്കി വിദേശ രാജ്യങ്ങളിലുള്ള വലിയ വലിയ ചാരിറ്റി ഓർഗനൈസേഷനുകൾക്ക് നൽകി അവിടെ നിന്ന് കൊണ്ടുവന്ന പണം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ വലിയ വലിയ സ്കൂളുകളൊക്കെ കെട്ടിപ്പൊക്കി വെച്ചിട്ടുള്ളത്. അതിനുശേഷം ആ സ്കൂളുകളിൽ പഠിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെ മക്കളാണോ പഠിക്കുന്നത്? പഠിക്കുന്ന സാധാരണക്കാരുടെ മക്കളല്ല, ഇവിടുത്തെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫീസ് സ്ട്രക്ചറാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ നിന്നും കിട്ടും, ഇവിടെ നിന്നും കിട്ടും, രണ്ട് സ്ഥലത്തു നിന്നും കിട്ടും. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം വിദേശത്തു നിന്ന് ഡൊണേഷനായിട്ട് ലഭിക്കുന്നു. അതിനുശേഷം ഈ സ്കൂളിൽ ഈ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ ശമ്പളം എത്രയായിരിക്കുന്നത്? വളരെ തുച്ഛമാണ്. സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ശമ്പളമോ കാര്യങ്ങളൊന്നും അല്ല ഈ പ്രൈവറ്റ് ഈ CBSE സ്കൂളുകളിലും ICC സ്കൂളുകളിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കപ്പെടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ പരിശോധിക്കപ്പെടണമെന്നേ. കാരണം ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ടുന്ന പണം അത് ആര് ദുർവിനിയോഗം ചെയ്താലും സംസ്ഥാന സർക്കാർ ധൈര്യമായിട്ട് അതിനകത്ത് ഇടപെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചേ പറ്റൂ. അതിനകത്ത് ബിഷപ്പുമാർ പണങ്ങും അല്ലെങ്കിൽ വൈദികർ പണങ്ങും എന്ന് കരുതരുത്. ഈ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ വരെ ഇതിനെ പിന്തുണയ്ക്കുകയുള്ളൂ. കാരണം അവരുടെ അവകാശങ്ങളാണ് അവിടെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പള്ളി പണിയാൻ വേണ്ടിയിട്ട്, ഒരു പള്ളിക്കൂടം പണിയാൻ വേണ്ടിയിട്ട് ആ ഇടവകയിലുള്ള മുഴുവൻ ആളുകളുടെയും പരിശ്രമം ഉണ്ടെന്നേ. അത് ജാതി മത ഭേദമന്യേ. എൻ്റെ നാട്ടിലൊക്കെ പള്ളി പണിതേക്കുന്നത് നാനാജാതി മതസ്ഥരുടെ അടുക്കൽ നിന്നും പണം വാങ്ങിയിട്ട് തന്നെയാണ്. ഞാൻ 4 ഇടവകളിൽ താമസിച്ചിട്ടുണ്ട്. ഈ 4 ഇടവകളിലും പള്ളി പണി നടക്കുന്ന സമയത്ത് എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതാണ്. അവിടെ ആളുകൾ എല്ലാവരും ജാതി മത ഭേദമന്യേ സിനിമാ പ്രദർശനങ്ങൾ നടത്തും, നാടകങ്ങൾ നടത്തും, അതോടൊപ്പം തന്നെ എല്ലാ വീടുകളിൽ കൂടെയും കയറി ഇറങ്ങി പിരിവ് നടത്തും. എല്ലാവരും പൈസ കൊടുക്കും. അപ്പോൾ അങ്ങനെ പള്ളിക്കൂടങ്ങളും പള്ളികളും ഒക്കെ പണിതിട്ടും അങ്ങനെ അമ്പലങ്ങൾ പണിത് കഴിഞ്ഞതിന് ശേഷവും ഇവിടെ വരുന്ന വരുമാനങ്ങൾ ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത രീതിയിലാണ് ചില ആളുകൾ, അതായത് ഈ പള്ളികളും അമ്പലങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില കൊള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനുമേൽ സർക്കാർ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നേ. അതിന് ഇവിടെ ഒരു മതക്കാരനും എതിര് പറയത്തില്ല. പണ്ടൊക്കെ KSU ഒക്കെ വിളിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങളുണ്ട്. ആ മുദ്രാവാക്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പറയുന്നില്ല, പക്ഷെ അതൊക്കെ ഒന്ന് ഓർമ്മ വെക്കുന്നത് നല്ലതാണ്. പാതിരിമാർക്കും പട്ടന്മാർക്കും തങ്ങൾമാർക്കും എന്നൊക്കെ കൂട്ടിക്കൊണ്ടുള്ള മുദ്രാവാക്യം ഉണ്ട്. എനിക്കിവിടെ പറയാനുള്ള ചില ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ആ മുദ്രാവാക്യം പറയുന്നില്ല. അങ്ങനെയൊക്കെ മുദ്രാവാക്യം വിളിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ആളാണ് KSU.
അതിൽ കൂടുതൽ ധൈര്യമുള്ളവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ. ഇതൊന്നും നടക്കപ്പിലാക്കാൻ പറ്റുന്നില്ല? ശബരിമലയിലെ കൊള്ള അവസാനിപ്പിക്കേണ്ടതുണ്ട്, മറ്റു ക്ഷേത്രങ്ങളിലെ കൊള്ള അവസാനിപ്പിക്കേണ്ടതുണ്ട്, പള്ളികളിലെ കൊള്ള അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ വേണ്ടത് ദീർഘവീക്ഷണമുള്ള അല്ലെങ്കിൽ ധൈര്യമുള്ള ഒരു സർക്കാരാണ് വേണ്ടത്. അങ്ങനെ ഒരു സർക്കാർ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ ജനങ്ങൾ പിന്തുണയ്ക്കും. ഇപ്പോൾ ആ സമയത്തൊന്നും മതമേലധ്യക്ഷന്മാർ പറയുന്നതിന്റെ കൂടെ ആയിരിക്കില്ല ജനങ്ങൾ നിൽക്കുക. ഇപ്പം തന്നെ ഞാൻ പറയട്ടെ, വലിയ ഫീസ് മേടിച്ച് പഠിപ്പിക്കുന്ന ചില സ്കൂളുകളുണ്ട്. ആ സ്കൂൾ പണിയാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? അത് ചാരിറ്റിക്ക്, ഇന്ത്യയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാനും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടാവുക. അതിനുശേഷം ഇവരിവിടെ 5 സ്റ്റാർ സ്കൂൾ കെട്ടി 5 സ്റ്റാർ കാറ്റഗറിയിലുള്ള ആളുകളെ പഠിപ്പിക്കുന്ന ഗതികേടുണ്ടെന്നേ. അത് മാറണ്ടേ? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവരേണ്ടതുണ്ട്. സംവിധാനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ സാധാരണക്കാരന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാർക്ക് തന്നെ പോകേണ്ടതുണ്ട്. അപ്പൊ അതേ രീതിയിലൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ആർജവും ഒക്കെ സർക്കാരുകൾ കാണിക്കട്ടെ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ.